ഒരു വയോധിക ഉമ്മയുടെ ചിരി, ഒരു അത്ഭുത ജനനം, ഒരു കുടുംബത്തിൽ നിന്ന് ജനിച്ച അനവധി പ്രവാചകർ. ഇന്ന് നമുക്ക് പ്രോഫറ്റ് ഇസ്ഹാക്ക് നബിയുടെ ജീവിതത്തിലേക്ക് പോകാം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, 100ഓളം വയസ്സായ ഒരു പുരുഷനും പ്രായമായ ഒരു സ്ത്രീയും കുട്ടിയുണ്ടാകുമെന്ന പ്രതീക്ഷ മുഴുവൻ വിട്ടുകഴിഞ്ഞിരിക്കുന്നു. അതായിരുന്നു ഇബ്രാഹിം നബിയും ഭാര്യ സാറയും. വർഷങ്ങളോളം അവർ പ്രാർത്ഥിച്ചു, പക്ഷേ അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ദിവസം അത്ഭുതകരമായി ചില അതിഥികൾ അവരുടെ വീട്ടിലെത്തുന്നുണ്ട്. അവർ സാധാരണ ആളുകളല്ലായിരുന്നു, അള്ളാഹു അയച്ച ദൂതന്മാരായിരുന്നു. ആദ്യം അവർ സന്തോഷ വാർത്ത അറിയിച്ചു, നിങ്ങൾക്ക് ഒരു മകൻ ജനിക്കും, അവൻ്റെ പേര് ഇസ്ഹാക്ക്. ഇത് കേട്ടതും ഇബ്രാഹിം നബിക്കും ഭാര്യ സാറയ്ക്കും ഒരുപാട് സന്തോഷമായി. ഈ പ്രായത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയോ എന്നായിരുന്നു സാറയുടെ ചിന്ത. അങ്ങനെ ഒരുപാട് കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം അത്ഭുതകരമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവർക്ക് ലഭിച്ചു. അവരുടെ കുഞ്ഞ് ജനിച്ചു, ഇസ്ഹാക്ക് നബി അലൈഹിസ്സലാം. ഇസ്ഹാക്ക് നബി അലൈഹിസ്സലാം വീട്ടിൽ തന്നെ വലിയൊരു പാഠശാലയിൽ വളർന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിതമൊട്ടാകെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പഠിപ്പിച്ചിരുന്നല്ലോ. സഹോദരനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അകലെ മക്കയിൽ താമസിച്ചു കൊണ്ടിരുന്നു. അവിടെ കഅബ നിർമ്മാണം നടക്കുമ്പോൾ ഒരു ഭാഗത്ത് ഇസ്ഹാക്ക് നബി തൻ്റെ നാട്ടിലെ ആളുകളെ ദൈവവിശ്വാസത്തിലേക്ക് വിളിച്ചു. അവിടുത്തെ ജനങ്ങളും വിഗ്രഹാരാധനയിൽ മുഴുകിയവരായിരുന്നു. ഇസ്ഹാക്ക് നബി അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. ഈ വിഗ്രഹങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല, അള്ളാഹു ആണ് എല്ലാത്തിനും മേലുള്ളവൻ. ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു, സോലിഹ് അഥവാ നല്ലവൻ എന്നും നബി എന്നും വിളിച്ചു. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് നോക്കാം. അദ്ദേഹത്തിൻ്റെ ഭാര്യ റിഫ്ക, 2 മക്കളും ഉണ്ടായിരുന്നു, യാക്കോബ്, ഈസാവ്. പിന്നീട് വന്ന യൂസുഫ്, മൂസ, ദാവൂദ് തുടങ്ങിയ അനവധി പ്രവാചകന്മാർ ഇസ്ഹാക്ക് നബിയുടെ സന്തതിയിൽപ്പെട്ടവരായിരുന്നു. ഒരു ഉമ്മയുടെ പ്രായമായപ്പോൾ കിട്ടിയ കുഞ്ഞ് ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിലേക്ക് പ്രകാശം വിതറിയ ഒരു പ്രവാചക വംശത്തിൻ്റെ തുടക്കം. പ്രോഫറ്റ് ഇസ്ഹാക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, വിശ്വാസം വൈകിയാലും ദൈവത്തിൻ്റെ വാഗ്ദാനം ഒരിക്കലും വൈകില്ല. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു പ്രവാചക കഥയുമായിട്ട് നമുക്ക് കാണാം. നിങ്ങൾക്ക് ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക.